ഇത് ഊട്ടിയിൽ ചാറിങ് ക്രോസിലുള്ള ഹോട്ടൽ ചാറിങ് ആണ്. ഈ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ട് താമസിക്കുന്നത്. അപ്പം നമ്മൾ ഊട്ടിയിലത്തെ രണ്ടാമത്തെ ദിവസമാണ്. ഇത് ഊട്ടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ളൊരു ഹോട്ടലാണ്. ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അതുമാതിരി ബോട്ട് ഹൗസ് ഇവിടുന്ന് വളരെ അടുത്താണ്. ഇപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ 7 മണിക്കാണ് ഓപ്പണിംഗ്. 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. ഇത് ഞായറാഴ്ചയാണ്. രാവിലെ മുതൽ തിരക്ക് കാണും. അപ്പോൾ നമ്മൾ രാവിലെ 7 മണിക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി അതിനുശേഷം വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ബോട്ട് ഹൗസിലേക്ക് പോകാമെന്നാണ് തീരുമാനമായിട്ടുള്ളത്. ഹോട്ടലിൻ്റെ വരാണ്ടയിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യം ഊട്ടിയുടെ മനോഹരമായ ദൃശ്യമാണിത്. ഡിസംബർ മാസം ആദ്യ വാരമാണ്. ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുള്ളൂ. നല്ല തണുപ്പുണ്ട് രാവിലെ. അപ്പോൾ രാവിലെ റെഡിയായി നമ്മളൊരു 7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാണ് തീരുമാനം. അങ്ങനെ ഭാര്യ റൂമിൽ നിന്ന് വെളിയിൽ വന്നിട്ടുണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. മുഖം കാണുന്നില്ല. നീ തന്നെയാ? മഞ്ഞ്, നല്ല മഞ്ഞ് വീഴ്ചയുണ്ട്. മേശ നോക്ക്, അതിന്റെ മേലെല്ലാം വെള്ളം കിട്ടിക്കിടന്നു. പുലർക്കാലയുള്ള ഊട്ടിയുടെ മനോഹരമായ ദൃശ്യമാണ്. നമ്മളെ ഊട്ടിയിലെ തെരുവിലൂടെ രാവിലെയുള്ള നടത്താന്ന്. ഇപ്പോൾ രാവിലെ ഏകദേശം 8 മണിയായി. ഊട്ടിയുടെ തെരുവിലെ കൂടിയുള്ള യാത്രയാണ്. ലവ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പം ഇത് ഊട്ടിയിലത്തെ ഒരു സ്റ്റേഡിയമാണ്. നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇതാണ് ഊട്ടിയിലത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ. ടിക്കറ്റ് എടുത്തു 100 രൂപ ടിക്കറ്റാണ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് സമയം. അപ്പം ക്യാമറയ്ക്ക് വേറെ ചാർജ് ഉണ്ട്. ഫോട്ടോസിന് എല്ലാം ചാർജ്. ക്യാമറ 50 രൂപ ചാർജാണ്. എൻട്രൻസ് ഫീ 100 രൂപ. ചിൽഡ്രൻസിന് 50 രൂപയും അഡൾട്ടിന് 100 രൂപയും. ഊട്ടിയിലെ ഏറ്റവും പ്രസിദ്ധമായ ഗാർഡനാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഏകദേശം 100 വർഷത്തിൽ പരം പ്രായമുള്ള ഒരു ഗാർഡനാണ് ഇത്. ബ്രിട്ടീഷ് ടൈം മുതലുള്ള ഒരു ഗാർഡനാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഊട്ടിയുടെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ അതിമനോഹരമാണ്. നമ്മൾ രാവിലെ 8 മണിയാകുമ്പോഴത്തേക്ക് ഈ ഗാർഡൻ കാണാൻ. നമ്മുടെ സുഹൃത്തായ ജേക്കബ് സാറിൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ്. പുള്ളി രാവിലെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളിയിൽ പോയി വന്നതിന് ശേഷം ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് വരാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ആ സമയം കൊണ്ട് നമ്മൾ ഈ ഗാർഡൻ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ എത്തിയതുകൊണ്ട് കൂടുതൽ തിരക്കൊന്നുമില്ലായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. സീസൺ ടൈം അല്ലല്ലോ ഇപ്പോൾ. മെയ് ജൂണിലാണെങ്കിൽ ഇവിടെ ഭയങ്കര അപൂർവമായ തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം ഊട്ടിയുടെ മെയിൻ ആകർഷണം ആണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ. കൂടാതെ മെയ് ജൂൺ ഫ്ലവർ ഷോ എല്ലാം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ആ സമയം അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ നമ്മൾ ഈ ഊട്ടിയുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ മനോഹരമായി ആസ്വദിക്കുകയാണ്. ഒരുപാട് സിനിമകൾക്കെല്ലാം പശ്ചാത്തലമായിരിക്കുന്ന ഒരു ഗാർഡനാണിത്. അതിമനോഹരമായ ഗാർഡൻ തന്നെയാണ്. നല്ല പച്ച പരവതാനി വിരിച്ചണക്കെ പച്ചപ്പുല്ല്. വെയിലുദിച്ചു വന്നതേ ഉള്ളൂ. ചെറിയ സൂര്യകിരണങ്ങൾ ഈ പച്ചപ്പുല്ലിൽ തട്ടി നല്ല വജ്രം മാതിരി തിളങ്ങി നിൽക്കുന്നു. അതിമനോഹരമായ ദൃശ്യം. ഒരുപാട് ജനങ്ങൾ ഇവിടെ നിന്ന് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. മഞ്ഞകണികകൾ വീണ് കിടക്കുന്ന പുൽമേടയിൽ സൂര്യപ്രകാശം തട്ടി വെട്ടിത്തിളങ്ങുന്ന ആരെയും കൊതിപ്പിക്കുന്ന ഒരു ദൃശ്യം, മനോഹരമായ ദൃശ്യം.
അതാണ് രുദ്രാക്ഷത്തിൻ്റെ മരം കേട്ടോ. രുദ്രാക്ഷത്തിൻ്റെ കായ് ഇതിനെ നല്ലതാണ്, കണ്ട ചെറുങ്ങനെ പൂത്ത് വരുന്നത്. ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തായ ജേക്കബ് സാർ എത്തിയിരുന്നു. നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഇന്നലെ കഴിച്ച അതേ ഹോട്ടലിൽ തന്നെ പോയി നല്ല ഇഡ്ഡലി, സാമ്പാർ, 3-4 തരം ചട്നി ഉണ്ടായിരുന്നു.
ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ അടുത്ത് നമ്മൾ പോകുന്നത് ബോട്ട് ഹൗസിലേക്കാണ് കേട്ടോ. ചാറിങ് ക്രോസിലുള്ള ഒരു ഹോട്ടലാണ് രുചി ഭവൻ. ഇവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ പോകുന്നത് ബോട്ട് ഹൗസിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ബോട്ട് ഹൗസിലേക്ക് യാത്ര തിരിച്ചു. നമ്മൾ ബോട്ട് ഹൗസിലെത്തിയ നമ്മുടെ സുഹൃത്ത് വാഹനം വെക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മളിവിടെ ഇത് ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടാണ് ബോട്ട് ഹൗസിന് കയറുന്നത്. ഊട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ ബോട്ട് ഹൗസ്. അതിവിശാലമായ തടാകം, ബോട്ട് സവാരി നടത്താൻ പലവിധത്തിലുള്ള ബോട്ടുകൾ, വർണ്ണമനോഹരമായ പെഡൽ ബോട്ടുകൾ, സ്റ്റീം ബോട്ടുകൾ, ഇങ്ങനെ അനവധി ബോട്ടുകൾ, വിശാലമായൊരു തടാകം. കൂടാതെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒട്ടനേകം റൈഡുകൾ. നമ്മൾ 1, 2, 3, 4 മണിക്കൂർ ഇവിടെ സമയം പോകുന്നതെന്നറിയില്ല. അനേകം സിനിമകൾക്ക് പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള ബോട്ട് ഹൗസാണിത്. വൃത്താകൃതിയിലുള്ളൊരു പെഡൽ ബോട്ടാണിത്. ഇതിൽ കയറി നമുക്ക് സ്വയം തുഴഞ്ഞു പോകാൻ പറ്റും. ഇതൊരു മാൻമെയ്ഡ് ലേക്കാണെന്ന് പറയപ്പെടുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. ഇത് മീൻപിടുത്തത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇതിന് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ലേക്കാണിത്. ബോട്ടുകൾ സവാരി നടത്താനുള്ള പല പല റേറ്റുകളാണ്. നമ്മൾ ബോട്ടിലൊന്നും കയറിയിട്ടില്ല. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അനേകം റൈഡുകൾ ഇവിടെയുണ്ട്. കുറച്ച് കുട്ടികൾ ഐസ്ക്രീം വാങ്ങി ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കുകയാണ്. ഒരു റൈഡ് ഇതാ പോകുന്നത് കേട്ടോ. നല്ല താറാവ് ആകൃതിയിലുള്ളൊരു ട്രെയിൻ. ഇതൊരു 7D സിനിമ തിയേറ്ററാണ്. നമ്മൾ ഈ 3D എന്നെല്ലാം പറയുന്നില്ലേ, അതേമാതിരി 7 ഡയമെൻഷൻ സിനിമ തിയേറ്റർ. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ, മിനി ട്രെയിനുകളുടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ, ചെറിയ മിനി ട്രെയിൻ.
റൈഡിന് വേണ്ടിയിട്ടുള്ള കുതിരകൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവിടെ കൂട്ടിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഇതേമാതിരി കുതിരകൾ കാണാം റൈഡ് നടത്താൻ വേണ്ടിയിട്ടുള്ള. ബോട്ട് ഹൗസ് കയറിയതിന് ശേഷം നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. അത് പോകുന്ന വഴിക്ക് ഇനി കുറേ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ ജേക്കബ് സാറിനോട് വിട പറഞ്ഞ് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ബോട്ട് ഹൗസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ കാഴ്ചയാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് റോഡരികിൽ തന്നെയാണ്. റോഡരികിൽ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. ഒരുപാട് പൈൻ മരങ്ങളുടെ ഒരു കൂട്ടമായ ഒരു സ്ലോപ്പിലേക്കാണ്. താഴെ ഒരു വലിയൊരു തടാകമുണ്ട്. അനവധി ചിത്രങ്ങൾക്ക്, അനവധി സിനിമകൾക്കെല്ലാം പശ്ചാത്തലമായിട്ടുള്ളൊരു സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. റോഡരികിൽ നിന്ന് താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് ശ്രദ്ധിച്ചിറങ്ങിപ്പോവുക. താഴെ ഒരു തടാകത്തിൻ്റെ കരയിലായിട്ട് ഫോട്ടോഗ്രാഫിക്കെല്ലാം നല്ല പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ്. അതിമനോഹരമായൊരു ദൃശ്യം. കുതിര സവാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെയും കുതിരകളുണ്ട്. ഇപ്പോൾ ബോട്ട് ഹൗസിലൊന്നും കുതിര സവാരി ചെയ്യാൻ സമയം കിട്ടാത്തവർക്ക് ഇവിടെ വന്നിട്ട് കുതിര സവാരി ചെയ്യാം. അതിനുള്ള കുതിരകളെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. പൈൻ ഫോറസ്റ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചു. ഇനി പോകുമ്പോൾ റോഡരികിൽ ഒരു ഡാമുണ്ട്. കാമരാജർ ഡാം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഡാമാണ്. നമുക്കുള്ളിലോട്ടൊന്നും പ്രവേശനമില്ല, വെളിയിൽ നിന്ന് നോക്കി കാണാം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അതിമനോഹരമായ ഒരു ചെറിയൊരു ഡാമാണ്. പോകുന്ന വഴിയിൽ അടുത്ത ലൊക്കേഷനാണ് വെൻലോക്ക് ഡൗൺ 9th മൈൽ ഷൂട്ടിംഗ് പോയിൻറ്റ്. 2 ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഒരു 6th മൈൽ ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. ഇത് 9th മൈൽ ഷൂട്ടിംഗ് പോയിൻറ്റ്. കുതിര സവാരി ചെയ്യാനായി അനേകം കുതിരകളും ഇവിടെ ഉണ്ട്. ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലമൊരുക്കിയൊരു സ്ഥലമാണ് ഈ 9th മൈൽ ഷൂട്ടിംഗ് പോയിൻറ്റ്. 30 രൂപയാണ് എൻട്രൻസ് ചാർജ്. ഇതാണ് എൻട്രൻസ്. മരങ്ങളൊന്നും ഇല്ലാത്തൊരു മൊട്ടക്കുന്ന്, നല്ല പച്ചപ്പുള്ളൊരു മൊട്ടക്കുന്നാണ്. ഒരു മരം പോലും ഇതിനകത്തില്ല. അതിമനോഹരമായൊരു ദൃശ്യം. ഒരുപാട് ചിത്രങ്ങൾക്കെല്ലാം പശ്ചാത്തലമൊരുക്കിയ ഒരു മനോഹരമായ പ്രദേശമാണിത്. ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കാതെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് യാത്രയായി.